പാർട്ടി വിട്ട ജി സുധാകരനെ പ്രകോപിപ്പിക്കാതെ സിപിഎം തീരുമാനം പുനരാലോചിക്കുന്നതാണ് സുധാകരനും പ്രസ്ഥാനത്തിനും നല്ലതെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഐഎമ്മിനെയും തള്ളിപ്പറയാൻ ഇതുവരെയും ജി സുധാകരൻ തയ്യാറായിട്ടില്ല. സുധാകരനോടും സമാനമായൊരു നിലപാടാണ് സിപിഐഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. ജനറൽ സെക്രട്ടറി എം.എ. ബേബിയും ജി സുധാകരൻ എടുത്ത നിലപാട് ദൌർഭാഗ്യകരമായി പോയെന്ന് ഇന്നത്തെ നിലപാട് ആവർത്തിച്ചു. മാത്രവുമല്ല, അദ്ദേഹം പുനരാലോചന നടത്തണമെന്ന അഭ്യർത്ഥന കൂടി നിർദ്ദേശം കൂടി എം.എ. ബേബി ഇന്ന് മുന്നോട്ട് വച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിലയിലാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് അത് അത്യന്തം നിർഭാഗ്യകരമാണ്. അദ്ദേഹം പുനരാലോചിക്കുന്നതാണ് അദ്ദേഹം ഇത്രകാലവും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനും നല്ലത്. കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജനും ജി സുധാകരനെ തള്ളിപ്പറഞ്ഞില്ല. സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടുവെന്ന കാര്യം അദ്ദേഹം തന്നെ ആലോചിക്കണം, എന്ത് പരിഗണനയാണ് അദ്ദേഹം നൽകാത്തെന്ന കാര്യമൊക്കെ പറയേണ്ടത് അദ്ദേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനെ പൂർണ്ണമായി തള്ളിപ്പറയാനോ വിമർശിക്കാനോ ഇ.പി. ജയരാജനും തയ്യാറായിട്ടില്ല. പാർട്ടി അവഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കൂ. ഏതെങ്കിലും തള്ളിപ്പറയുക എന്നുള്ളതല്ല സിപിഎം കാഴ്ചപ്പാട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. കാരണം ഈ പ്രസ്ഥാനം ശക്തിപ്പെടണം. കോൺഗ്രസിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും ജി സുധാകരന് തുടർ നീക്കങ്ങൾ. സുധാകരനെ പരമാവധി പ്രകോപിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകും സിപിഎമ്മിന്റെയും തീരുമാനം. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ തന്നെ സുധാകരൻ ഈ രീതിയിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താത്തത്. സുധാകരൻ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയും ചില നേതാക്കളെങ്കിലും ഇപ്പോഴും പങ്കുവയ്ക്കുന്നുമുണ്ട്. ജി സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി പ്രതിരോധിക്കാൻ വീട് കയറിയുള്ള പ്രചാരണവുമായി സിപിഎം പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീട് കയറാൻ സ്ക്വാഡും രൂപീകരിക്കും. ജില്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് സാഹചര്യം വിശദീകരിക്കും. പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. സുധാകരന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. സിപിഎം വിട്ടുപോയ ജി സുധാകരനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലാണ് സിപിഎം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സിപിഎം ഏരിയ കമ്മിറ്റികൾ അടിയന്തരമായി വിളിച്ചു ചേർത്തിരുന്നു. അതിന് പിന്നാലെ ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് ചേരുന്നുണ്ട്. ജനറൽ ബോഡി യോഗങ്ങൾ കൂടി കഴിഞ്ഞാൽ മറ്റൊരു തലത്തിലേക്ക് ആ ഒരു പ്രതിഷേധം കൊണ്ടുവരാനാണ് സിപിഎം ആലോചിക്കുന്നത്. അത് പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. 14 കൂടി പൊതു ഇടങ്ങളിൽ, അതായത് അമ്പലപ്പുഴയിൽ, പറവൂരടക്കമുള്ള ഇടങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളും ഒപ്പം തന്നെ പ്രകടനങ്ങളും സംഘടിപ്പിക്കാനാണ് സിപിഎം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 14 മുതൽ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങൾ അത്തരത്തിൽ പ്രത്യക്ഷ പ്രകടനങ്ങൾ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റൊന്ന്, സിപിഎമ്മിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരൻ പാർട്ടി വിട്ടുപോയ സാഹചര്യം അണികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായി പ്രതിരോധിക്കുന്ന വിവരങ്ങൾ സിപിഎമ്മിന് അണികളിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള വിവിധ സ്ക്വാഡുകൾ അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. താഴെ കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ അടക്കം, അതായത് ഏരിയ കമ്മിറ്റികളിലേക്കും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികളിലേക്കും ബ്രാഞ്ച് തലത്തിലേക്കും ഈ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ അതിനുശേഷം വിവിധ സ്ക്വാഡുകളായി പിരിഞ്ഞ് പാർട്ടി കുടുംബങ്ങളിലടക്കം ഈ സ്ക്വാഡുകൾ എത്തുക എന്നുള്ളതാണ് തീരുമാനം. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജി സുധാകരൻ അമ്പലപ്പുഴയിലെ മാത്രമല്ല സിപിഎമ്മിന്റെ തന്നെ സംസ്ഥാനത്തെ മുഖമാണ്. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു ജനപ്രതിനിധി കൂടിയാണ്. അത് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വെല്ലുവിളിയാകും എന്നുള്ള ഒരു കരുതൽ അവർക്ക് ഉണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് മത്സരത്തിനിറങ്ങുന്നു. അദ്ദേഹം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തന്റെ ഈ സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കിയ ആൾ പ്രധാനിയായ എച്ച്സലാമാണ് എന്ന ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇരുവരും തമ്മിലുള്ള ഒരു പോരാട്ടം അത് വളരെ കടുത്തതായിരിക്കും. സിപിഎമ്മിനെ സംബന്ധിച്ച് അവിടെ ജയിക്കുക എന്നുള്ളതാണ് നിർണായകമായി പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ പാർട്ടി വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആശയപരമായി ഇടതുപക്ഷ ആശയങ്ങൾക്കൊപ്പം പോകുന്നു. ആശയപരമായി അത്തരത്തിൽ മാറ്റങ്ങളില്ല. മറ്റൊരു മുന്നണിയിലേക്ക് പോകാനോ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാനോ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് സിപിഎമ്മിന് വെല്ലുവിളിയാണ്. കോൺഗ്രസ് പിന്തുണയിലേക്ക് വരികയാണെങ്കിൽ തന്നെ നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അമ്പലപ്പുഴയിലെ സാഹചര്യം സിപിഎമ്മിന് ഗുണകരമല്ലായിരുന്നു. പുന്നപ്രയിലെ രക്തസാക്ഷി ഭൂമി അടക്കം നിൽക്കുന്ന ഭൂമി പഞ്ചായത്തുകൾ 30 വർഷത്തിന് ശേഷം
അവിടെ UDF അധികാരം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം ലഭിച്ചിരുന്ന ബ്ലോക്ക് ഡിവിഷൻ അടക്കം UDF പിടിച്ചെടുത്തുകൊണ്ട് 2 ഇടത്ത് മാത്രമാണ് ഇത്തവണ അമ്പലപ്പുഴയിൽ കഴിഞ്ഞയിടത്ത് മുഴുവൻ പഞ്ചായത്തുകളിലും ഭരിച്ചിരുന്ന LDF ഇവിടെ 2 ഇടത്ത് മാത്രമാണ് മത്സരിച്ച് ജയിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളും ആശങ്കകളും ഉണ്ട്. അതേസമയം തന്നെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ വിട്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെ G ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ അവിടെ ചാരമൂടടക്കം പ്രതിഷേധം ഉയർന്നു. ഒപ്പം അമ്പലപ്പുഴയിൽ G സുധാകരന്റെ വീടിന്റെ മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചായിരുന്നു പ്രതിഷേധം. ഏരിയ കമ്മിറ്റി ഓഫീസുകൾ വിവിധ ഇടങ്ങളിലടക്കം വിവിധ മണ്ഡലങ്ങളിലേക്കടക്കം പോസ്റ്ററുകളടക്കം പതിപ്പിച്ചുകൊണ്ടാണ് G സുധാകരന്റെ വീടിന് ഇന്ന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ള കാര്യങ്ങളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കടുത്ത ഒരു മത്സരത്തിലേക്ക് അമ്പലപ്പുഴ നീങ്ങുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.